കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കോടതി. പിയാണ്ടി കോളനി നിവാസികളെ മാറ്റിപ്പാർപ്പിച്ച സർക്കാർ വക ഫ്ളാറ്റുകൾ ചോർന്ന സംഭവം ദൗർഭാഗ്യകരമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ അധികൃതർക്കും പൊതുജനങ്ങൾക്കുമെതിരെയായിരുന്നു ഇന്ന് ഹൈക്കോടതിയുടെ വിമർശനം. മഴ വന്ന് ഉച്ചിയിൽ നിൽക്കുമ്പോഴാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അധികൃതരോട് ചോദിച്ച കോടതി മാലിന്യം തള്ളുന്നതിൽ പൊതുജനങ്ങളെയും കുറ്റപ്പെടുത്തി. ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കാനകളിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. കഴിഞ്ഞ തവണ കാനകൾ ശുചീകരിച്ചതുപോലെ ഇത്തവണയും ഉണ്ടാകുമെന്ന് കരുതി. ഇന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ നാളെ വീണ്ടും തള്ളും. ജനങ്ങൾ ഇതുപോലെ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച കോടതി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ജനങ്ങളും ഒപ്പം വേണമെന്ന് വ്യക്തമാക്കി. ഇടപ്പള്ളിത്തോട് ശുചീകരിക്കുന്നതിൽ ജലസേചന വകുപ്പിന്റെ വീഴ്ചയാണ് കഴിഞ്ഞ ദിവസത്തെ ഇടപ്പള്ളിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് അമിക്കസ് ക്യൂറി അറിയിച്ചു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ ജലസേചന വകുപ്പിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിയാണ്ടി കോളനി നിവാസികളെ മാറ്റിപ്പാർപ്പിച്ച സർക്കാർ വക ഫ്ളാറ്റുകളിൽ ചോർച്ചയുണ്ടായ സംഭവത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായി. സംഭവം ദൗർഭാഗ്യകരമെന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. ഇക്കഴിഞ്ഞ ജനുവരി 31-ന് മുണ്ടംവേലിയിൽ പിയാണ്ടി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച ഫ്ളാറ്റുകളിലാണ് ചോർച്ച ഉണ്ടായത്. ജനം, കൊച്ചി.